കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ പോവുകയായിരുന്ന ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ പ്രതി പത്മരാജന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഭാര്യയെയും ആൺസുഹൃത്തിനെയും ഒരുമിച്ച് കൊല്ലുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. കാറിലുണ്ടായിരുന്ന മരിച്ച അനിലയുടെ ബേക്കറി ജീവനക്കാരൻ ചികിത്സയിലാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. രാജ്കുമാർ, കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൃത്യത്തിന് ശേഷം പ്രതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും കീഴടങ്ങിക്കൊണ്ട് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്ന് പോലീസിനോട് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. അത് രാത്രി 8:00-നും 9:00-നും ഇടയിലാണ് സംഭവം. ആദ്യ ഓട്ടോറിക്ഷയിൽ ഇവിടുന്ന് പോയി സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ സ്കൂട്ടറിൽ കയറി ലിഫ്റ്റ് ചോദിച്ചു. തന്നെ അവിടെ ഇറക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരാണ് കൊണ്ടുവിട്ടതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിച്ച വിവരം. ഇനി ആ സ്കൂട്ടർ യാത്രക്കാരിയെ പോലീസിന് കണ്ടെത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇയാൾ കുറ്റം താൻ നടത്തി എന്ന് സ്വമേധയാ സ്റ്റേഷനിലെത്തി സമ്മതിച്ച ഒരു സാഹചര്യം. ഇപ്പോൾ ഇതിൻ്റെ ഫോറൻസിക് പരിശോധനകൾ പൂർത്തീകരിച്ചു. അല്പസമയത്തിന് മുമ്പ്, കഴിഞ്ഞ ഒരു ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് പ്രതി പത്മരാജനെ ഇവിടെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ആ തെളിവെടുപ്പിൽ കൃത്യമായി താൻ എങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഈ സീറ്റിൽ, അതായത് ഇവിടെ നമ്മുടെ ഈ ഡ്രൈവർ സീറ്റിൽ ഇവിടെയായിരുന്നു അദ്ദേഹം ഇരുന്നത്. ഈ വണ്ടി കൊണ്ട് ചേർത്തതിന് ശേഷം ഇവിടെ ഇരുന്ന് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബക്കറ്റ് കാണാം, സ്റ്റീൽ ബക്കറ്റ് ഇരിക്കുന്നത്. ആ സ്റ്റീൽ ബക്കറ്റിൽ കരുതിയിരുന്ന പെട്രോൾ അപ്പുറത്തിരുന്ന ഈ അനിലയുടെ ആ കാറിലേക്കെടുത്ത് ഒഴിക്കുകയായിരുന്നു. ഇതെല്ലാം ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത് കാറിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെയാണ് താൻ ഈ കൃത്യം ചെയ്തത്. ഈ സമയത്ത് പെട്രോൾ ഇത് ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാറിനും തീ പിടിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഇടത് ഭാഗത്ത് ഈ പത്മരാജൻ്റെ കൈക്ക് ഇടത് കൈക്കും തോളിലൊക്കെ ചെറിയ പൊള്ളലേറ്റിട്ടുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് ആണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ ഇത് പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ എവിടെ നിന്നൊക്കെയാണ് ഇയാൾ ഈ അനിലയെ പിന്തുടർന്നത്, ആ സ്ഥലങ്ങളിലൊക്കെ പ്രതിയെ എത്തി തെളിവെടുപ്പ് നടത്തും. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തുനിന്ന്.